എല്ലാ മനുഷ്യരും നാഴികയ്ക്ക് 40 വട്ടം ദൈവമേ ദൈവമേ എന്ന് വിളിക്കാറുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വിളിക്കും, എൻ്റെ കർത്താവേ, എൻ്റെ യേശുവേ. എന്ത് ചെയ്താലും ഏത് ചെയ്താലും എങ്ങോട്ട് തിരിഞ്ഞാലും എവിടെ വായില് ദൈവമേ യേശുവേ കർത്താവ്. ഗോസ്പൽ ഓഫ് മനോജ് എന്ന് പറയുന്ന ബുക്ക് വായിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ ദൈവമേ അല്ലെങ്കിൽ യേശുവേ എന്നൊന്ന് വിളിക്കുമ്പോൾ ഒന്ന് റീതിങ്ക് ചെയ്യാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. ആ ദൈവിക സങ്കല്പത്തെ ഈ പുസ്തകത്തിനകത്ത് ഉടച്ചു കളയുക ചെയ്യുന്നത്. മനുഷ്യൻ്റെ ദൈവിക സങ്കല്പത്തെ ഞാൻ ഉടയ്ക്കുന്നുണ്ട്. അങ്ങനെയല്ല, മറ്റൊന്നാണ്. ഒരു സത്യമുണ്ട്. ആ സത്യത്തിലേക്ക് ആൾക്കാരെ ഡ്രാഗ് ചെയ്ത് പിടിക്കുന്നതാണ് ഈ പുസ്തകം. സത്യത്തിലേക്ക് ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യണം? കൊണ്ടുവരികയും വേണം. സത്യമല്ലാത്ത കാര്യങ്ങളെ പൊളിച്ചു കളയുകയും വേണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. പൗലൂസ് എന്ന് പറയുന്ന വ്യക്തി അമാനുഷികമായ കാര്യങ്ങൾ ചെയ്ത് സഞ്ചരിച്ചൊരു മനുഷ്യനാണ്. ഇദ്ദേഹം ദൗത്യ നിർവഹണത്തിന് വേണ്ടിയിട്ട് ഒരു ദ്വീപിൽ ചെന്നപ്പോൾ ആ ദ്വീപിലെ വ്യക്തികൾ പൗലൂസിനെ കണ്ടിട്ട് പൗലൂസിന് ഒരു ദൈവിക പരിവേഷം കൊടുത്തിട്ട് കുമ്പിടാൻ തുടങ്ങി, ദൈവത്തെ പോലെ കാണാൻ തുടങ്ങി. അപ്പോൾ പൗലൂസ് പറയടാ നോക്കടാ, ഞാൻ നിന്നെപ്പോലെ ഒരു മനുഷ്യനാണ്, എനിക്കൊരു ദൈവിക പരിവേഷമൊന്നും തരേണ്ട ആവശ്യമില്ല എന്ന് പൗലൂസ് പറഞ്ഞിട്ട് പൗലൂസ് അവരുമായിട്ട് ഇക്വേറ്റ് ചെയ്യാണ് തന്നെ. വേണമെങ്കിൽ പൗലൂസിന് എന്ത് ചെയ്യാം? ഒരു ക്രെഡിറ്റ് എടുക്കാം. അവർ വിളിച്ചതല്ലേ, ഇരിക്കട്ടെ, ഗമയ്ക്കൊരു ഇരിക്കട്ടെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പൗലൂസ് പറയണം, നോ, ഞാൻ നിങ്ങളുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയാണ് ഞാൻ. ഇതേ കാര്യം അതിന് മുമ്പ് പറഞ്ഞ ആരാണെന്നറിയോ? ജീസസ് പറയും, നിങ്ങളെ എന്നെ എന്തിന് നല്ല ഗുരുവെന്ന് വിളിക്കുന്നു? പിതാവ് ഒരുവനേ ഉള്ളൂ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മറ്റൊരു സത്യത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് അതാണ് സത്യം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഈ വ്യക്തിക്കൊരു ദൈവിക പരിവേഷം ചാർത്തി കൊടുത്തിരിക്കുക. ആ ദൈവിക പരിവേഷവും ഗോസ്പൽ ഓഫ് മനോജിന്റെ അകത്തൂടെ പൊട്ടും, തീർച്ചയായിട്ടും പൊട്ടും. അപ്പോൾ എന്തായാലും ഇത് വായിച്ചിട്ട് എല്ലാവരും തുള്ളിച്ചാടാൻ സാധ്യതയുണ്ടല്ലേ? തുള്ളിച്ചാടാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാ ജനങ്ങളെയും സത്യത്തിലേക്ക് നയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മിഥ്യകളെയൊക്കെ പൊട്ടിച്ചിട്ട് ഈ മനുഷ്യനുണ്ടാക്കി വെച്ച ചട്ടക്കൂടിനെ, മിഥ്യാധാരണകളെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ട് സത്യം എന്താണോ അതിലേക്ക് നയിക്കുന്ന ഒരു മാർഗദർശിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫസ്റ്റ് വോളിയം എന്ന് പറയുന്നത്. 3 വോളിയമാണ് ഞാനിപ്പോൾ മനസ്സിൽ കണ്ടിരിക്കുന്നത്. ബൈബിളിനകത്തുള്ള സത്യങ്ങളെ ഒരു 40% ഈ ഫസ്റ്റ് വോളിയത്തിനകത്ത് ഞാൻ റിവീൽ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് തേർഡ് വോളിയം വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എനിക്ക് 100% എന്ന് പറയാൻ പറ്റില്ല. സോ 70 to 80% കാര്യങ്ങളെ എനിക്ക് റിവീൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ 3 വോളിയം വരുമ്പം ദൈവസങ്കല്പമെല്ലാം മാറി തീർച്ചയായിട്ടും. അല്ല, എനിക്ക് തോന്നുന്നു തേർഡ് വോളിയം വന്നിട്ട് ആൾക്കാർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണോ തേർഡ് വോളിയത്തിനകത്ത് കറ കളഞ്ഞ സ്പിരിച്വാലിറ്റിയാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് വോളിയവും സെക്കൻഡ് വോളിയവും തിയോളജിക്കൽ ബേസ്ഡ് ആയിട്ടാണ് എഴുതുന്നത്. കാരണം ഈ എഴുതപ്പെട്ട ആക്ഷരികമായ ബൈബിളിനകത്തുള്ള കാര്യങ്ങളെ എടുത്തിട്ട് അതിനകത്തുള്ള ദൈവിക മർമ്മങ്ങൾ അല്ലെങ്കിൽ അകത്തുള്ള പൊരുളിനെ റിവീൽ ചെയ്ത് കൊടുക്കുന്നതാണ് ശരിക്കും തിയോളജി എന്ന് പറയുന്നത്. ഇന്ന് നിലനിൽക്കുന്ന തിയോളജി പൊട്ടത്തനമാണ്. ഇന്ന് നിലനിൽക്കുന്ന ക്രിസ്ത്യാനിറ്റിയുടെ തിയോളജി എന്ന് പറഞ്ഞാൽ അട്ടർ ഫൂളിഷ്നെസ്സാണ്. ഓക്കെ, അപ്പോൾ അതിനെ മാറ്റി ശരിക്കും എന്താണ് ബൈബിൾ പറയാൻ ആഗ്രഹിച്ച തിയോളജി എന്നുള്ളതാണ് ഈ വോളിയത്തിലൂടെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ബൈബിളിൻ്റെ ഉൽപ്പത്തി 1-ാം വാക്യം മുതൽ ബൈബിളിൻ്റെ ലാസ്റ്റ് പുസ്തകമായ വെളിപാടിൻ്റെ അവസാനം വരെ എനിക്ക് ഓരോ അവൻ്റെ വാക്യങ്ങൾ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ എനിക്ക് അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ ഞാൻ എൻ്റെ പിന്നിലിരിക്കണം. അത് എഴുതിയ തീരാത്ത കാര്യങ്ങളാണ്. കാരണം ഒരു കാര്യത്തിനെ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു വാക്യത്തെ തന്നെ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ 2-3 പേജ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ബൈബിൾ മുഴുവൻ വ്യാഖ്യാനിച്ച് കഴിയുമ്പോഴത്തേക്ക് വലിയൊരു പുസ്തകമായിട്ട് മാറും. അതിൻ്റെ ആവശ്യമില്ല. ഈ മൊത്തം ബൈബിളിനകത്ത് നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആ മൂല്യമുള്ള കാര്യത്തിൻ്റെ ഒരു 40% അതിൻ്റെ നട്ഷെല്ലാണ് ഞാൻ ഈ പുസ്തകത്തിലൂടെ കൊടുക്കുന്നത്. അപ്പോൾ 3-ാമത്തെ വോളിയം വരുന്ന സമയത്ത് തിയോളജിക്കൽ വ്യൂ പോയിൻ്റ് അല്ല ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, കറ കളഞ്ഞ സ്പിരിച്വാലിറ്റി. അപ്പോൾ അത് വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതാണ് ശരിക്കും എന്നിൽ നിന്ന് ആ പ്രപഞ്ച സൃഷ്ടാവ് അല്ലെങ്കിൽ ആ പരബ്രഹ്മവും ആത്മാവും തമ്മിൽ ആ ഒരു ലയനത്തിനകത്ത് വേണ്ടുന്ന കാര്യങ്ങൾ ഇതാണ് എന്നിലൂടെ വെളിയിലേക്ക് വരേണ്ടതെന്ന് ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്ന കോറായിട്ടുള്ള കാര്യമാണ് കൊടുക്കുന്നത്. അതായത് അച്ഛൻ ഇപ്പൊ കൊടുക്കുന്നത് ക്രിസ്ത്യൻ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അച്ഛൻ്റെ തേർഡ് വോളിയം വരുമ്പം ഇത് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും റിസീവ് ചെയ്യാൻ പാകത്തിന്. അവിടെ മതം എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്ക് അവിടെ എൻട്രി ഇല്ല. മതം തേർഡ് ഇതിനകത്തില്ല. ഇത് ഈ ഫസ്റ്റ് വോളിയം ക്രിസ്ത്യാനികൾക്ക് മാത്രം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഡിബേറ്റ് നടക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും തമ്മിലാണ്.
ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പറയുന്നതാണ് സത്യമെന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റി പറയുന്നതാണ് സത്യമെന്ന് അവരും വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വാഗ്വാദങ്ങൾ നടക്കുന്നത്, ചർച്ചകൾ നടക്കുന്നത് ഈ രണ്ട് വിഭാഗങ്ങളാണ്. കാര്യം എന്താ? ഒരാൾ ബൈബിളിനെ എടുത്ത് വെച്ചിട്ട് ബൈബിൾ ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്നു, മറ്റേ ആൾ ഖുർആൻ ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ ഖുർആനെക്കുറിച്ച് വാദിക്കുന്ന ആൾ, ആ ഭാഗത്തുനിന്ന് വാദിക്കുന്ന ആൾ ബൈബിളിനകത്തുള്ള റോങ് ആയിട്ടുള്ള കാര്യങ്ങളെ വെച്ചിട്ടാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഖുർആൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇസ്ലാം വിശ്വാസത്തിൽ നിൽക്കുന്നവർക്ക് കോർ ബൈബിൾ എന്താണെന്ന് ഇന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് അവർ വാദിക്കുന്നത്. അപ്പോൾ കോർ ബൈബിൾ പറയുന്ന കാര്യം ഇതാണെന്ന് മനസ്സിലാകുമ്പോൾ അവരുടെ ഖുർആനകത്ത് പറയുന്നത് ഇതും സെയിമാണ്. ഖുർആനും ബൈബിളും പറയുന്ന എസൻസ് സെയിമാണ്. ബൈബിൾ മറ്റൊന്നല്ല പറയുന്നത്, ഖുർആൻ മറ്റൊന്നല്ല പറയുന്നത്, രണ്ടും പറയുന്നത് ഒരേ സാധനമാണ്. ഇത് ഈ വോളിയം 1 വായിക്കുമ്പോഴത്തേക്ക് കുറേ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകും. ബൈബിൾ പറയുന്നതും ഖുർആൻ പറയുന്നതും ഓൾമോസ്റ്റ് സെയിമാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ തർക്കം പിന്നെ വേണ്ട, ഈ വാഗ്വാദങ്ങൾ വേണ്ട. നമ്മൾ പിന്നെ സഹോദരങ്ങളാകും. ആരൊക്കെ? മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും തോളിൽ കൈയിട്ട് നടന്ന് ഞങ്ങൾ സഹോദരങ്ങളാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവും. പിന്നെ ശത്രുത വേണ്ട.